ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അല്ലു അർജുനെ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് അല്ലു അർജുനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അല്ലു അർജുനെ ചിക്കടുപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. പുഷ്പ 2-ന്റെ റിലീസ് ദിവസം നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ സന്ധ്യ തിയേറ്ററിലേക്ക് എത്തി. അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നതാണ്. അല്ലു അർജുൻ കൂടി എത്തിയതോടുകൂടി തിക്കിലും തിരക്കിലും പെട്ട് പിന്നീട് ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ട് 35-കാരിയായ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായ വിഷയമാണ്. അതിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അതിൽ തിയേറ്ററിൻ്റെ ഉടമകളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അല്ലു അർജുൻ വരുന്ന കാര്യം നേരത്തെ അല്ലു അർജുൻ അറിയിച്ചില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം. പക്ഷേ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ ഇതിനോടകം തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസ് തനിക്കുമേൽ ആരോപിക്കുന്നത് എന്നുള്ളതാണ് അല്ലു അർജുൻ്റെ വാദം. താൻ നേരത്തെ തന്നെ തിയേറ്റർ ഉടമകളെയും പോലീസിനെയും ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് അല്ലു അർജുൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. താൻ വരുന്നു എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു എന്ന് അല്ലു അർജുൻ പറയുന്നുണ്ട്. എന്തായാലും അതിൽ കോടതി അടുത്ത ദിവസങ്ങളിൽ അത് പരിഗണിക്കുന്നുണ്ട്. അല്ലു അർജുൻ്റെ അപേക്ഷ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്ലു അർജുൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ച് അല്ലു അർജുനെ കസ്റ്റഡിയിലെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. റഹീസ്, തുടരാം. റഹീസ്, ശ്രീജിത്ത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഒപ്പം തന്നെ ബോധപൂർവമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അല്ലു അർജുനെതിരെ 3 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വകുപ്പുകൾ ചുമത്തിയപ്പോൾ തന്നെ അല്ലു അർജുൻ മുന്നോട്ട് വെച്ചൊരു പ്രധാന വാദം, താൻ ഇതിൽ നേരിട്ട് പങ്കാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ തിരക്കിൽ പെട്ട് ഉണ്ടാകുന്ന ഒരു അപകടത്തിൽ തന്നെ നേരിട്ട് പ്രതി ചേർക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദമാണ് ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചത്. ഒപ്പം തന്നെ അറസ്റ്റ് തടയാൻ ഉടനൊരു ഉത്തരവുണ്ടാകണം, കോടതി ഇടപെടൽ ഉണ്ടാകണം എന്ന് അല്ലു അർജുൻ്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു. ഹൈക്കോടതിയാണ് സമീപിച്ചത്, കർണാടക ഹൈക്കോടതിയിൽ. പക്ഷേ ഈ അറസ്റ്റ് തടയാൻ ഈ ഹൈക്കോടതി അധികൃതർ അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടില്ല ആദ്യഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റ് തീർച്ചയായിട്ടും ഒരു അപ്രതീക്ഷിത നീക്കമാണ്. വേണമെങ്കിൽ അല്ലു അർജുൻ്റെ അറസ്റ്റ് നീക്കി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രഹസ്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു വീക്ഷണമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലാണ് എങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ വലിയ തോതിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു വിവരം വരില്ലായിരുന്നു. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സൊക്കെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ വാർത്തയായിട്ട് മാറും. പക്ഷേ മറുഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ മരിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. കുടുംബത്തോടെ ചിത്രം കാണാനെത്തിയ ഒരു സ്ത്രീയാണ് മരിച്ചത്. അവരൊരു ആരാധക കൂട്ടായ്മയുടെയോ അല്ലെങ്കിൽ അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയവരോ ഒന്നുമല്ല, മറിച്ച് ആ സിനിമ കാണാൻ വേണ്ടി, മകൻ്റെ ആഗ്രഹപ്രകാരം സിനിമ കാണാൻ വേണ്ടി എത്തിയ രേവതി എന്ന യുവതിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അത് എത്ര വലിയ ആളായാലും അയാളെ കസ്റ്റഡിയിൽ എടുക്കുക, അയാളെ പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.